ഹായ് ഹലോ, ഞാൻ സീനയാണ്. ഇന്ന് നമുക്കൊരു അടിപൊളി വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ചിങ്ങനെ എസ്തറ്റിക്കായിട്ടുള്ളൊരു വ്ളോഗ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലൊക്കെയായിരുന്നു. അങ്ങനെ ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ഫ്രണ്ട്സും കൂടിയായിട്ട് ഒന്ന് ഔട്ടിങ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ലൈക്ക് ഒരു പിക്നിക് വൈബ് അങ്ങനെ ഇറങ്ങി. ഞങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട് ഇങ്ങനെ പോവാം, കുറച്ച് ടൈം നമുക്ക് വേണ്ടിയിട്ടായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങനത്തേക്ക് ഒരു രീതിയിൽ നിൽക്കണമായിരുന്നു. ഞങ്ങൾ എന്തായാലും വന്ന പാടെ തന്നെ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടോ, എന്നാലും ഇത്തിരി എനർജി കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഷെയ്ക്കും പിന്നെ കഴിക്കാൻ കുറച്ച് സ്നാക്സ്, സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 49 ഒരു ഷോപ്പാണ് മേനകയിലുള്ള, അവിടെ നിന്നാണ് കയറിയത്. കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഒന്ന് നിങ്ങൾ ആ വഴി പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാവില്ല, ആ ഒരു ഉപകാരവും കൂടി ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഷെയറൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഇട്ട് കഴിച്ചു. എല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് കാലിയായി. ഇപ്പം നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് സുഭാഷ് പാർക്കിലോട്ടാണ് കേട്ടോ. അവിടുത്തെ വൈബ് നല്ല രസമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര കാമായിട്ടുണ്ടാവും. നമുക്ക് അവിടെ പോയി ബുക്സൊക്കെ വായിക്കാനും പിന്നെ കുറച്ച് ടൈം നമുക്കായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഏരിയയാണ്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബുക്സൊക്കെ വായിച്ചും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇരുന്നു കേട്ടോ. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു, റിലാക്സായിട്ട് അങ്ങനെ ഇരിക്കാം. പിന്നെ എനിക്ക് അവിടുത്തെ ആ ഒരു എസ്തറ്റിക്കായിട്ടുള്ള ആ ഒരു ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഏരിയ. പിന്നെ നമ്മളെ ശല്യപ്പെടുത്താനൊന്നും ആരും ഉണ്ടാവില്ല. നമുക്ക് ഇത്തിരി സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബുക്സ് നന്നായിട്ട് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബുക്കാണ്. അപ്പോൾ അതിലിങ്ങനെ പുള്ളിക്കാരത്തി കുറച്ചിങ്ങനെ എന്താ പറയുക, നല്ല 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 വേർഡ്സും കാര്യങ്ങളൊക്കെ, സെൻറ്റൻസും കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മീനിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പിന്നെ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനത്തേക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്തൊക്കെ നോക്കാം ഈ ബുക്ക്. ഞങ്ങൾ ജസ്റ്റ് ഒരു പിക്നിക് വൈബായിരുന്നു. ഫ്രണ്ടിൻ്റെ ചാനലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കണേന്ന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര പീസ്ഫുള്ള്, എന്താ പറയുക, സിറ്റിയുടെ നടുക്കാണെങ്കിൽ പോലും അത്രയും ഒച്ചയും ബഹളമൊന്നുമില്ല. നമുക്ക് ഇത്തിരി സമാധാനത്തോടെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാം. അപ്പം നിങ്ങൾ ഈ ഏരിയയിലൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ സുഭാഷ് പാർക്കിലൊന്ന് പോവാം കേട്ടോ. നിങ്ങൾ കപ്പിൾസായിട്ടാണെങ്കിലും പോയിരിക്കാം. ഇല്ലെന്നാണെങ്കിൽ നമുക്ക് മീറ്റ് ടൈം എന്ന് പറയില്ലേ, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിരിക്കാം. ഭയങ്കര രസമാണ് അവിടെ പോയിരിക്കാം. പിന്നെ ഞങ്ങൾ കുറച്ച് ചലഞ്ച് ചെയ്തു, കുറച്ച് വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. എൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു തന്നു കേട്ടോ, ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അങ്ങനെ ഫ്രണ്ടാണ് എടുത്തു തന്നത്, വീണ എന്നാണ് ഫ്രണ്ടാണ് എടുത്തു തന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടായിട്ട് മാത്രമായിട്ട് പോയതാണ്. ഫ്രണ്ടിന് വീഡിയോ ഇടണം എന്നുള്ള രീതിയിൽ മാത്രം ഇട്ടു. ഞങ്ങൾ അങ്ങനെ പോവാറുണ്ട് മിക്കപ്പോഴും. സ്ഥലങ്ങൾ, നല്ല അടിപൊളി സ്ഥലങ്ങൾ നോക്കി വെക്കും. അവിടെ പോയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കും, ഫോട്ടോസ് എടുക്കും. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ മാത്രമായിട്ടുള്ള കുറച്ച് ടൈമൊക്കെ എൻജോയ് ചെയ്യും. വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ഗോസിപ്പൊക്കെ അടിച്ചങ്ങനെ ഇരിക്കും. രസമാണ് അത്. അങ്ങനെ ഇരുന്നു. പിന്നെ ഇവിടെ കണ്ടൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചിങ്ങനെ മുസ്ലിം കുട്ടികൾ വന്നിട്ടിങ്ങനെ പിക്നിക് വൈബ് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണില്ലേ, റീൽസിലൊക്കെ, അതേപോലെ ക്ലോത്തൊക്കെ വിരിച്ചിട്ടിട്ട് നമ്മൾ ചെയ്തത് വേറൊരു രീതി, അവർ ചെയ്തത് വേറൊരു രീതി. അവർ ചെയ്തത് പ്രോപ്പറായിട്ട് എല്ലാവരും പേസ്റ്റൽ ഷെയ്ഡിലെ ഡ്രസ്സൊക്കെ ഇട്ട് തലയിൽ ഹിജാബൊക്കെ ഇട്ട് എന്നിട്ട് ഫുഡൊക്കെ ഷെയർ ചെയ്യുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടത് കാണാൻ. ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു അവർ. നമ്മളെപ്പോഴും ഫ്രോക്കൊക്കെ ഇട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇത്തിരി വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഷോർട്ട് കുർത്തിയും ജീൻസും പിടിച്ചതാണ്. പിന്നെ അടുത്ത പ്രാവശ്യം വെറൈറ്റി ഫ്രോക്കൊക്കെ ട്രൈ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഫ്രണ്ട്സിൻ്റെ. അപ്പം ഞാനവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തും പിന്നെ ആൾക്കാരെ നോക്കി കോക്കറി കാണിച്ചൊക്കെ നിന്നോട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.